Dear friends, welcome to English Easy English. Today we are going to discuss like and likely. ലൈക്കും ലൈക്ലി കണ്ടാൽ അനിയനും ചേട്ടനും പോലെ തോന്നും, പക്ഷേ ഇതിന്റെ അർത്ഥം ശരിക്കും വ്യത്യാസമാണ്. അതാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഈ ലൈക്ക് എന്നുള്ള സാധനം വെർബ്, അഡ്ജക്റ്റീവ്, നൗൺ ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം. അതേപോലെ ലൈക്ലിയും അഡ്ജക്റ്റീവ്, ആഡ്വർബ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല. അതിന്റെ പ്രാക്ടിക്കൽ യൂസ് മാത്രം നമുക്ക് നോക്കാം. ലൈക്കിന് സാധാരണ ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക, പിന്നെ പോലെ ഇങ്ങനെ അർത്ഥമുണ്ട്, അതേപോലെ. ഈ അർത്ഥങ്ങൾ വരത്ത വിധത്തിൽ ലൈക്ക് ഇങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം. ലൈക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധ്യതയെ കാണിക്കുന്ന സാധനമാണ്. ഇതെല്ലാം നമുക്ക് ഇന്നോട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക എന്ന അർത്ഥത്തിൽ ലൈക്ക് എങ്ങനെ ഉപയോഗിക്കാം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ സെന്റൻസിലേക്ക് പോകാം. ഓക്കെ. ഐ ലൈക്ക് ഹെർ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ഡാൻസിങ്, ഞാൻ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് സിംഗിങ്, ഞാൻ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു അഥവാ ഇഷ്ടപ്പെടുന്നു. നെക്സ്റ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഹെർ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നില്ല. ഹി ഡസൻ ലൈക്ക് ഡാൻസിങ്, അവൻ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ. ഇനി ഐ വുഡ് ലൈക്ക് ടു കം വിത്ത് യു, ഇതൊരു സാധാരണ ഒരു പ്രയോഗമാണ്. ഐ വുഡ് ലൈക്ക് ടു ഇഷ്ടപ്പെടുന്നു എന്ന് പ്രയോഗിക്കാനായിട്ട് ഒരു താഴ്മയായിട്ട് പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. ഐ വുഡ് ലൈക്ക് ടു കം വിത്ത് യു, ഞാൻ നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇത് താഴ്മയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉപയോഗിക്കും. വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ്, വുഡ് യു ലൈക്ക് ടു ഈറ്റ് സംതിങ്, എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഈറ്റിന് പകരം ഫുഡ് വരുമ്പോൾ എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈറ്റ് എന്ന് എഴുതിയത്. അപ്പോൾ വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് എന്നാണ് സാധാരണ ചോദിക്കുന്നത്. നെക്സ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു ലീവ് ഹിയർ, ഞാൻ ഇവിടം വിടാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ലീവ് ഹിയർ നൗ, ഇപ്പോൾ ഞാൻ ഇവിടം വിടാൻ ആഗ്രഹിക്കുന്നു. അവൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല, അവൻ ഇവിടം വിടാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ ലൈക്ക് ഉപയോഗിക്കുന്നു. ഇനി സിമിലർ ടു, അതേപോലെ എന്ന രീതിയിൽ അങ്ങനെ ഉപയോഗിക്കാം. അതാണ് അടുത്തത്. ഓക്കെ. യുവർ ബാഗ് ഈസ് ലൈക്ക് മൈ ബാഗ്, നിങ്ങളുടെ ബാഗ് എൻ്റെ ബാഗിനെ പോലെയാണ്. ഹി ലുക്സ് ലൈക്ക് ഹിസ് ഫാദർ, അവനെ കാണാൻ അവൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. അതാണ് ഹി ലുക്സ് ലൈക്ക് ഹിസ് ഫാദർ. ഐ ഹാവ് എ കാർ ലൈക്ക് യുവേഴ്സ്, നിങ്ങളുടെ കാറിനെ പോലെ എനിക്കും ഒരു കാറുണ്ട്. അതായത് രണ്ട് കാറും ഒരുപോലെ ഇരിക്കുന്നു. ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഷുഗർ, അത് ഷുഗറിനെ പോലെ ഇരിക്കുന്നു. അതായത് അതിന്റെ ടേസ്റ്റ് ഷുഗറിനെ പോലെ ഇരിക്കുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. ലൈക്ക് ഹിസ് ഫ്രണ്ട് ഹി ഈസ് എൻ എഞ്ചിനീയർ, അവന്റെ കൂട്ടുകാരനെ പോലെ അവനും എഞ്ചിനീയറാണ്. ഈ സെന്റൻസിനെ വേണമെങ്കിൽ തിരിച്ചും പറയാം. ഹി ഈസ് എൻ എഞ്ചിനീയർ ലൈക്ക് ഹിസ് ഫ്രണ്ട്, രണ്ടായാലും ശരി തന്നെയാണ്. നെക്സ്റ്റ്, ദേ ലുക്ക് ലൈക്ക് ഫോറിനേഴ്സ്, അവരെ കണ്ടാൽ വിദേശികളെ പോലെ ഇരിക്കുന്നു എന്നാണ്. ദേ ലുക്ക് ലൈക്ക് ഫോറിനേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കുക, ഹി വന്നപ്പോൾ ലുക്സ് വന്നു. അറിയാമല്ലോ, ഒരാളായതുകൊണ്ട് ഒരു എസ് കൂടി ഇട്ടു. ദേ വന്നപ്പോൾ ലുക്കേ വന്നുള്ളൂ. ദേ പ്ലൂറലാണ്, അതുകൊണ്ട് ലുക്ക് മതി. ഓക്കെ. നെക്സ്റ്റ്, ലൈക്ലി, ചിലപ്പോൾ സംഭവിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെന്റൻസ് നോക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. നമുക്ക് ഡയറക്റ്റ് സെന്റൻസിലേക്ക് പോകാം. ഷീ ഈസ് ലൈക്ലി ടു ഫർഗെറ്റ്, അവൾ ചിലപ്പോൾ മറക്കും. അതായത് അവൾ മറക്കാൻ സാധ്യത ഉണ്ട്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് മറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഹീ ഈസ് ലൈക്ലി ടു കം, അവൻ വരാൻ സാധ്യതയുണ്ട്. അതായത് അവൻ ചിലപ്പോൾ വരും. ഐ ആം ലൈക്ലി ടു ഗോ, ഞാൻ ചിലപ്പോൾ പോകും. ഐ ആം ലൈക്ലി ടു ബി ബിസി ടുമാറോ, ചിലപ്പോൾ നാളെ ഞാൻ ബിസി ആയിരിക്കും. ഐ ആം ലൈക്ലി ടു ബി ബിസി ടുമാറോ. ദേ ആർ ലൈക്ലി ടു എഗ്രി, അവർ എഗ്രി ചെയ്യാൻ സാധ്യതയുണ്ട്. ദേ ആർ ലൈക്ലി ടു എഗ്രി, ചിലപ്പോൾ അവർ എഗ്രി ചെയ്യും. ലൈക്ലി ടു റൈൻ ടുമാറോ, ഇത് നമ്മളെ വെതർ പ്രഡിക്ഷനിൽ എപ്പോഴും കാണുന്നതാണ്. ഇറ്റ് ഈസ് ലൈക്ലി ടു റൈൻ ടുമാറോ, ചിലപ്പോൾ നാളെ മഴ പെയ്യും. ഈസ് ഹി ലൈക്ലി ടു കം, അവൻ ചിലപ്പോൾ വരുമോ, അതായത് അവൻ വരാൻ സാധ്യത ഉണ്ടോ, ഇതാണ് എൻ്റെ മീനിങ്. ഇനി വേറെ ഒന്നും നോക്കാം. ഹി ഈസ് ഇൻ ലൈക്ലി ടു കം, ഈ സെന്റൻസിന്റെ ഒരു നാട്ടോട് ചേർത്ത് പറഞ്ഞിരിക്കുക. ഹി ഈസ് ഇൻ ലൈക്ലി ടു കം, അവൻ വരാൻ സാധ്യതയില്ല, അവൻ ചിലപ്പോൾ വരില്ല. നെക്സ്റ്റ്, ഐ ആം നോട്ട് ലൈക്ലി ടു ഗോ,
ഞാൻ പോകാൻ സാധ്യതയില്ല. ഐ ആം നോട്ട് ലൈക്ലി ടു ഗോ. മനസ്സിലായല്ലോ? അപ്പൊ ലൈക്കും ലൈക്ലിയും നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ്, please subscribe and support me. This is Srikumar signing off until meet again.